ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ RRB എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം തൊട്ട് ഓരോ പരീക്ഷകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്ഷൻ കൺട്രോളറിന്റെ പരീക്ഷ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം വരുന്നു. അത് കഴിഞ്ഞ് ജൂനിയർ എഞ്ചിനീയർ എക്സാം വരുന്നു. ടെക്നീഷ്യൻ പരീക്ഷകൾ വരുന്നു അല്ലേ. ഇനി നമുക്ക് പ്രധാനമായിട്ടും വരാനിരിക്കുന്ന ഒരു പരീക്ഷയാണ് NTPC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ NTPC എക്സാം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 50 ദിവസം കൊണ്ട് സിലബസ് മൊത്തം റിവൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു 50 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം നമുക്ക് മാർച്ച് മാസം അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്ന ഈ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മളിപ്പോൾ ഫെബ്രുവരി 12-ാം തീയതി ആയിട്ട് ഈ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏപ്രിൽ 2 നിങ്ങൾക്ക് സിലബസ് മൊത്തം കവർ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 12 എന്ന് പറയുന്ന ദിവസം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 2 ആകുമ്പോഴേക്കും സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും സിലബസ് മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എക്സാം മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ നടക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം നിലവിലുള്ള 5 നോട്ടിഫിക്കേഷൻസ്, നിലവിലിട്ടിരിക്കുന്ന 5 നോട്ടിഫിക്കേഷൻസിൻ്റെയും പരീക്ഷ എന്നത്തോടുകൂടെ തീരും? മാർച്ച് 13 തീരുകയാണ്. അപ്പോൾ മാർച്ച് 13 ശേഷം എന്ന് വേണമെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 50 ദിവസമെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയില്ല, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യക്കേടിന് ചിലപ്പോൾ 50 ദിവസത്തിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, എക്സാം കണ്ടക്ട് ചെയ്യാം. ചിലപ്പോൾ 50 ദിവസത്തിൽ കൂടുതൽ ചിലപ്പോൾ എക്സാമിന് കിട്ടും. എന്നിരുന്നാലും ഒരു 50 ദിവസത്തേക്കുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കാനായിട്ടിരിക്കുക. അതിനിടയിൽ എക്സാമിൻ്റെ ഡേറ്റ് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാൻ റിവൈസ് ചെയ്യാം. ഇനി എക്സാം അത് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 50 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കിട്ടുന്ന ഓരോ സമയവും മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസം കൊണ്ട് മൊത്തത്തിലുള്ള സിലബസ് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മാത്സിൻ്റെ സിലബസുകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. റീസണിങ് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ GK വിത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്ന ജനറൽ അവയർനെസിന്റെ 40 മാർക്കിന്റെ ടോപ്പിക്സ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് പോകുന്നത്, റിവൈസ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ 50 ദിവസത്തിന്റെ സ്റ്റഡി പ്ലാനിന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാം, ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസ് പ്രകാരം ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലുമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ള ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്. റിവിഷന് വേണ്ടി റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 50 ഡേയ്സിൻ്റെ ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആ കോഴ്സിൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസും എക്സ്ട്രാ ക്ലാസ്സുകളും റെഫറൻസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതായിരിക്കും. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ള റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ തരുന്ന ആ 50 ഡേയ്സിൻ്റെ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായിട്ട് വീഡിയോസ് കാണുക, കൃത്യമായിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഇതാണ് RRB NTPC 2025 CBT 1 ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു 50 ഡേയ്സ് ക്രാഷ് കോഴ്സ്. ഇതിൻ്റെ അഡ്മിഷൻ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഈ 50 ഡേയ്സ് പ്ലാനിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? ആ പ്ലാനിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 50 ദിവസമാണ് നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷൻ. 50 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. അതിൽ സൈക്കിളിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി ബേസിസിലാണ് ഷെഡ്യൂൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. വീക്കിലി ബേസിസിലാണ് ഷെഡ്യൂൾ പോകുന്നത്. അപ്പോൾ 50 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 7 × 7 എത്രയാണ്, 49 അല്ലേ. 49 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 7-നെ നമ്മൾ എങ്ങനെ കാണുന്നു, 6+1 എന്ന് കാണുന്നു. 6 ദിവസം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും
ഒരു ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? റിവിഷന് വേണ്ടിയും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു സൈക്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം പഠിക്കാൻ എടുക്കുന്നു, ഒരു ദിവസം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും റിവിഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു. അങ്ങനെ 7 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ 49 ദിവസം കൊണ്ട് സിലബസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുന്നു വിത്ത് കറണ്ട് അഫയേഴ്സ്. അതാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനിലൂടെ നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡെയിലി നിങ്ങൾ എന്ത് കവർ ചെയ്യേണ്ടി വരും? നിങ്ങൾ ഡെയിലി മാത്സ് കവർ ചെയ്യണം, റീസണിങ് കവർ ചെയ്യണം, GK കവർ ചെയ്യണം. GKയുടെ കൂടെ എന്തും ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. നമ്മൾ ടോപ്പിക്സ് കൃത്യമായിട്ട് തരുന്നുണ്ടായിരിക്കും, ക്ലാസ്സിന്റെ വീഡിയോസ് കൃത്യമായിട്ട് തരുന്നുണ്ടായിരിക്കും, ഷെഡ്യൂൾ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സിലബസ് അത്രയും റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും അവസാനത്തെ ദിവസം 49 അല്ലേ ആയിട്ടുള്ളൂ. അവസാനത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് ലഭ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ റിവിഷൻ നടത്താം, എന്ത് ചെയ്യാം? ഫുൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് NTPCയുടെ ക്രാഷ് കോഴ്സിനകത്ത് നമ്മൾ ഇപ്പം ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ഈ പ്ലാനിനെ ഫോളോ ചെയ്യാം. റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ, അതിൻ്റെ മെറ്റീരിയൽസ് ടെലഗ്രാം ചാനലിലും വീഡിയോസ് യൂട്യൂബിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഷെഡ്യൂൾ പ്രകാരം അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് വീഡിയോസ് കാണുക. ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആ കോഴ്സിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സ്ട്രാ ആഡ് ഓൺ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എക്സ്ട്രാ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകൾ, എക്സ്ട്രാ ആഡ് ഓൺ ക്ലാസ്സസും റിവിഷൻ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ വീക്കുകളായിട്ട് എടുത്ത് നോക്കാം. ഇതാണ് വീക്ക് 1. 1ാമത്തെ ദിവസം തൊട്ട് 7ാമത്തെ ദിവസം വരെയുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്സിന്റെ ലിസ്റ്റാണ്. ഇപ്പോഴത്തെ ക്ലാസ് ലിസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഈ ടോപ്പിക്സ് മെയിനായിട്ട് നോക്കി പോവുക. ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട മാത്സിന്റെ ക്ലാസ്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റീസണിങ്ങിന്റെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്, ജനറൽ അവയർനെസിന്റെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ജനറൽ അവയർനെസിനകത്ത് നമ്മൾ എന്തും കൊടുത്തിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സ്, ഏത് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലാസ് ലിസ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റ് പ്ലസ് റിവിഷൻ എന്ന് പറയുന്നതും ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ PWF സെഷൻസ് ആൻഡ് റെഫറൻസ് വീഡിയോസ് എന്ന് പറയുന്നതും നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഡിവിസിബിലിറ്റി, പ്രൈം, ബോർഡ് മാസ്, ഫ്രാക്ഷൻസ് എന്നെല്ലാം പറയുന്നതിന് എത്രയൊക്കെയാണ് നിങ്ങളുടെ ക്ലാസ് നമ്പേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഷെഡ്യൂൾ തരുന്നുണ്ടായിരിക്കും. ആ ഷെഡ്യൂളിൽ ഈ ക്ലാസ് നമ്പേഴ്സ് പ്രകാരം അപ്പോൾ ഡിവിസിബിലിറ്റിക്ക് വേണ്ടി 4 ക്ലാസ്സുകൾ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൈം നമ്പേഴ്സിന് വേണ്ടി എത്രാമത്തെ ക്ലാസ് ആണ്, ബോർഡ് മാസിന് വേണ്ടി എത്രാമത്തെ ക്ലാസ് ആണ്, ഫ്രാക്ഷൻസിന് വേണ്ടി എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് നമ്പേഴ്സ് അലോട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് നമ്പേഴ്സ് ആണ് ഇവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. കോഴ്സ് എടുക്കുന്ന കുട്ടികളും ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നമ്മുടെ NTPC 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫോൾഡർ എടുത്ത് കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സിൻ്റെ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. വീക്ക് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? വീക്ക് 1 മാത്സ് ക്ലാസ്, വീക്ക് 1 റീസണിങ്. അപ്പോൾ നിങ്ങൾ വീഡിയോ നമ്പർ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. വീക്ക് 1 GK. ഇനി മാത്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിസിബിലിറ്റിയുടെ വീഡിയോയും പ്രൈം നമ്പേഴ്സിന്റെ വീഡിയോയും ബോട്ട് മാസിന്റെ വീഡിയോയും ഫ്രാക്ഷന്റെ വീഡിയോയും ഈ വീക്ക് 1 തന്നെ അവൈലബിൾ ആയിരിക്കും. റീസണിങ്ങിന്റെ ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. GKയുടെ ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. ടെസ്റ്റുകൾ എന്ന് പറയുന്ന ഫോൾഡറിൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. കോഴ്സ് എടുക്കുന്ന കുട്ടികളും ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. ഞാൻ ആ ലിസ്റ്റ് തന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. PWF സെഷൻസ്, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ്, സ്കോറിന്റെ തന്നെ ഇന്നോവേഷൻ ആണ്. നിങ്ങൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടു കാണിരിക്കും. പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷന്റെ സാമ്പിൾ ക്ലാസ്സസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെഫറൻസ് വീഡിയോസ്, എക്സ്ട്രാ ക്ലാസ്സുകൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ GKക്ക് വേണ്ടി ഏൻഷ്യന്റ് ആൻഡ് മെഡീവിയൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ ലഭ്യമാവുന്നത് കൺസോളിഡേറ്റഡ് ഹിസ്റ്ററി ക്ലാസ് ആണ്. കൺസോളിഡേറ്റഡ് ഹിസ്റ്ററി ക്ലാസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് ഈ കൺസോളിഡേറ്റഡ് ക്ലാസ് എന്ന് പറയുന്നത്. അത് റിവിഷൻ ക്ലാസ് ആണ്, കൺസെപ്റ്റ് ക്ലാസ് അല്ല. കൺസെപ്റ്റ് ക്ലാസ്സും റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ NTPC കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കോറിലെ മറ്റ് ബാച്ചുകളിലും കൊടുക്കുന്നത്. കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വേദിക് ഏജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒരു 3 ലെക്ചർ എങ്കിലും കൺസെപ്റ്റ് ക്ലാസ്സിന്റെ ഭാഗമായിട്ടുണ്ട്. വേദിക് ഏജിന്റെ 3 ലെക്ചേഴ്സ്, 3 വീഡിയോസ്. ഇതിലൊരു ലെക്ചർ എന്ന് പറയുന്നത് അറൌണ്ട് 1 അവറിന്റെ അടുത്ത് വരും. അപ്പോൾ ഏകദേശം 3 മണിക്കൂറോളം വരുന്ന ക്ലാസ്സസ് ആണ് കൺസെപ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. ഈ കൺസെപ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല.
അടിത്തറയിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. അത് NCERT ബേസ്ഡാണ്, അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ഡീറ്റെയിൽഡ് ആണ്, ആ രീതിയിലുള്ള ക്ലാസ്സസ് ആണ് കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ഫൗണ്ടേഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ലോങ് ടേം ബാച്ചിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. കൺസോളിഡേറ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ലെക്ചേഴ്സിനെയും കൺസോളിഡേറ്റ് ചെയ്ത് ഒരൊറ്റ ലെക്ചറായിട്ട് ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 30 to 40 മിനിറ്റ്സിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നു. ഇതാണ് കൺസോളിഡേറ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 50 days ക്രാഷ് കോഴ്സിൽ നിങ്ങളുടെ ഫോൾഡറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കൺസോളിഡേറ്റഡ് ക്ലാസ് ആണ്. കൺസെപ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ആക്സസ് കിട്ടും, റെഫറൻസ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സപ്പോസ് വേദിക് ഏജ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ റിവിഷന് വേണ്ടി കൺസോളിഡേറ്റഡ് ക്ലാസ് ഇരുന്ന് കണ്ടു, അപ്പോൾ അതിലൊരു ടോപ്പിക്ക് കൺഫ്യൂഷൻ വന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫറൻസിന് വേണ്ടി റെഫറൻസ് വീഡിയോസിൽ പോയി അവിടുത്തെ വേദിക് ഏജിൻ്റെ 1, 2, 3 ലെക്ചേഴ്സ് കണ്ട് നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി പോവാം. അപ്പോൾ കൺസെപ്റ്റ് ക്ലാരിറ്റി കുറവുള്ള കുട്ടികൾക്ക് നമ്മുടെ ഫുൾ വീഡിയോ ആക്സസ് ഉണ്ടായിരിക്കും, അത് റെഫറൻസ് വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ PWS സെഷൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫോൾഡറിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇത് റിവിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൻ വീഡിയോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് റിവിഷൻ വീഡിയോസ് ആണ് ഇവിടെ കാണുന്നത്, ഭൂരിപക്ഷം വീഡിയോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസ് നമ്പേഴ്സ് നമ്മളോട് വ്യക്തമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് കോഴ്സ് എടുക്കുന്ന കുട്ടികൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡറിൽ ഇത് ആ രീതിയിൽ തന്നെ അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ week 1 ഉണ്ട് നമ്മുടെ കയ്യിൽ, week 2 ഉണ്ട് നമ്മുടെ കയ്യിൽ. week 2 ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. week 3 ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. week 4 ടോപ്പിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. week 5 ടോപ്പിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. week 6 ടോപ്പിക്സ് ഉണ്ട്. week 7 ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്സും ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഷെഡ്യൂൾ വേണമെങ്കിൽ PDF ഫോർമാറ്റിലായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റിലായിട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഈ ഷെഡ്യൂൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. ഇത് week 7 ആണ്, week 6 ആണ്, week 5 ആണ്, week 4 ആണ്, week 3 ആണ്, week 2 ആണ്, week 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് RRB NTPC 50 days ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 50 ദിവസമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു April 2 മുന്നേ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് റിവൈസ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം അടക്കം ചിട്ടിയോട് കൂടെ കൊടുത്തിട്ടുള്ള റിവിഷൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് ഈ 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് നിങ്ങൾക്ക് കറണ്ട് അഫയർ ക്ലാസ്സസ് ലഭ്യമാവുന്നതായിരിക്കും, സയൻസിൻ്റെ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള PYQ ഡിസ്കഷൻസ് അവൈലബിൾ ആയിരിക്കും, കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, സ്റ്റാറ്റിക് GK ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് രീതിയിലുള്ള ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സിൻ്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എക്സ്ട്രാ റെഫറൻസിന് വേണ്ടി പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസും അതുപോലെ തന്നെ കൺസെപ്റ്റ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസും നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും. ഈ 50 ഡേയ്സും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, സബ്ജക്ട് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ 50 ദിവസം കൊണ്ട് ഇനിയുള്ള 50 ദിവസം കൃത്യമായിട്ട് ഈ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ NTPC എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ളൊരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ NTPC എക്സാമിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന രീതിയിൽ ഇനിയിപ്പം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തന്നിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 50 ഡേയ്സ് അതായത് April 2 വരെ പരീക്ഷ നടത്തില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് അതിന് മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും, മൊത്തത്തിലൊന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.